पहले मैं गया तो डोर में मैं बेल मारा तो मैं वेट किया थोड़ा उधर, तो वो ओपन नहीं किए तो मैं दरवाज़ा को ओपन कर दिया। ओपन किया तो वो सर थे ना वहीं पे दरवाज़ा के सामने ही थे। हाँ हाँ, तो मैं देखा तो नहीं, मैं सर के पास नहीं गया, मैं फिर डायरेक्ट आ गया नीचे। नीचे आया फिर सर को मैं बोला कि वो आदमी नीचे पड़ा हुआ है। तो कितना टाइम में डोर नहीं खुला था? डोर ओपन था, सिर्फ सिर्फ क्लोज था इसे, वो लॉक नहीं था अंदर से, डोर नहीं था। नहीं था। ये हॉस्पिटल में कौन लेके गया था? वो उसका आदमी, पूरा आदमी आया ना सर जब कॉल किए तो। सब लोग फिली वाला सब आ गया था? हाँ हाँ। वो लोग हॉस्पिटल लेके गया? ഹോട്ടൽ वाला कोई ये था? ജീവനക്കാരൻ്റെ പ്രതികരണമാണ് കേട്ടത്. റൂമിലേക്ക് ചെന്ന് ബെല്ലടിച്ചപ്പോൾ തുറന്നില്ല. അപ്പോൾ വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല. വാതിൽ പതുക്കെ ഒന്ന് തുറന്നപ്പോഴേക്കും അദ്ദേഹം അവിടെ കിടക്കുന്ന നിലയിലാണ് കണ്ടത്. ഉടനെ താഴെ വന്ന് ഹോട്ടൽ മറ്റ് മേലധികാരികളെ വിവരം അറിയിച്ചു എന്നാണ് ഹോട്ടൽ ജീവനക്കാരൻ പറഞ്ഞത്. തുടർന്നാണ് വേഗത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ടാകാമെന്നാണ് പ്രാഥമികമായി പരിശോധനയിൽ ലഭിച്ച വിവരം. ഇനി നാളെ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമാണ് എന്താണ് മരണകാരണമെന്നത് വ്യക്തമാകും. 51 വയസ്സായിരുന്നു കലാഭവൻ നവാസിന്. വളരെ ഈ സമീപകാലത്തും വളരെ സജീവമായി ടെലിവിഷൻ സ്ക്രീനിലൊക്കെ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ്. സിനിമകളിൽ സജീവമായി വരികയായിരുന്നു. വീണ്ടും ഇതാണ് അദ്ദേഹം താമസിച്ചിരുന്ന ആ റൂമിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണിപ്പോൾ നമ്മൾ കാണുന്നത്. നേരത്തെ ഹോട്ടൽ ജീവനക്കാരൻ്റെ പ്രതികരണമാണ് കേട്ടത്. വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല. വാതിൽ തള്ളിയപ്പോൾ തന്നെ പതുക്കെ തുറന്നു. ബെല്ലടിച്ചിട്ടാരെയും പുറത്ത് കാണാത്തത് കൊണ്ടാണ് വാതിൽ തുറന്നു നോക്കിയത്. അപ്പോൾ വാതിലിനോട് തന്നെ ചേർന്ന് അദ്ദേഹം വീണ് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നാണ് ഹോട്ടൽ ജീവനക്കാരൻ പറഞ്ഞത്. പിന്നാലെ തന്നെ അദ്ദേഹം താഴേക്കെത്തി ഹോട്ടലിൻ്റെ മറ്റ് ചുമതലക്കാരെ വിവരം അറിയിച്ചു. ഉടനെ അവരെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്.